ജീവിതത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രവും വേദയും കൂടെ ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് വരികയാണ്. അപ്പം വിഷുവും വിനായകൻ അവിടെ ഉണ്ട്. അവർ ചായ കുടിച്ചിട്ടങ്ങ് പോകാനായിട്ട് ഒരുങ്ങുമ്പം വിനായകൻ തിരിഞ്ഞ് ചോദിക്കുകയാണ്, ഡാ വിക്രം, നീ ആണെങ്കിൽ അച്ഛനോട് സംസാരിച്ചതിന് ശേഷമാണല്ലോ അച്ഛന് ശയനപ്രദക്ഷിണം ചെയ്യാൻ തോന്നിയത്. നീ എന്താ അച്ഛനോട് പറഞ്ഞത്? അപ്പം വിക്രമാണെങ്കിൽ വിനായകനെ നോക്കിയിട്ട് പറയാണ്, പറയേണ്ടതേ പറഞ്ഞോളൂ വിനായകേട്ടാ. അപ്പോൾ വിഷു ചോദിക്കുന്നു, അതെന്താ അവൻ അങ്ങനെ പറഞ്ഞേ? പറയേണ്ടതേ പറഞ്ഞോളൂ എന്ന് വെച്ചാൽ അപ്പോൾ വിനായകൻ പറയാണ്, അത് അവൻ ഇപ്പോഴും അങ്ങനെയല്ലേ, വാലും തലയില്ലാതല്ലേ സംസാരിക്കുന്നത്. വിഷുട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് വിനായകനാണെങ്കിൽ വിഷത്തെ വിളിച്ചോണ്ടങ്ങ് പോവുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ വേദയെടുത്ത് ചോദിക്കുകയാണ്, വിനായകേട്ടൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് വേദ പറയുന്നത്. അത് ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്നറിയാൻ വേണ്ടി വിനായകേട്ടൻ ചോദിച്ചതെന്ന് പറയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, വിക്രം കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞോ? ഇത്ര നാൾ വിക്രം മൂടി വെച്ച സത്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ പറഞ്ഞു. അച്ഛന് അതറിയാൻ ഭയങ്കര ആഗ്രഹമുള്ളതുപോലെ തോന്നി. മാത്രമല്ല ഞാൻ തെറ്റുകാരനല്ലെന്ന് ഞാൻ തന്നെ പറയണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അച്ഛനോട് സത്യം പറയാം എന്ന് വിചാരിച്ച്. പിന്നെ വിനായകേട്ടൻ പേടിക്കുന്ന പോലെ ഒന്നും ഞാൻ പറഞ്ഞില്ല. വേദ ചോദിക്കണം, അതെന്താ അങ്ങനെ പറഞ്ഞ്? അല്ല, വിനായകേട്ടൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഒരു മോൻ സത്യം പറയുമ്പോൾ മറ്റൊരു മോൻ കുറ്റക്കാരനാണെന്ന് ആ ഒരു അച്ഛനെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, അത് നന്നായി. വെറുതെ എന്തിനാ നമ്മൾ കാരണം അച്ഛനൊരു വിഷമം ഉണ്ടാക്കുന്നത്? പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ ആശുപത്രിവാസവും ഈ വിഷമവും ഒക്കെ വിക്രത്തിൻ്റെ ഒരു പുതിയ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി. പുതിയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ വിഷമം അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രം ഇങ്ങനെ തലയാട്ടി വേദയെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് ചായ കുടിക്കുകയാണ്. ഇങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിക്രം വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു സന്തോഷത്തോടെ, ഒരു പുഞ്ചിരിയോടെ. ഹോസ്പിറ്റലിലെ മാഷിനാണെങ്കിൽ ഇപ്പോഴെല്ലാം ഒരുവിധം നോർമലായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കയറി കണ്ടോളാൻ പറയുകയാണ്. അങ്ങനെ കമലമ്മയും വേദയും എല്ലാവരും വന്ന്, വിഷുവും അതേപോലെ ശ്രീജയും നന്ദിനി എല്ലാവരും വന്ന് കാണുന്നുണ്ട് നമ്മുടെ മാഷിനെ. മാഷിന് അപ്പോഴും സങ്കടമുണ്ട്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, മാഷെ സങ്കടപ്പെടേണ്ട, ഇതൊക്കെ മാറുമല്ലോ, ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം, അങ്ങനെ വിചാരിച്ചാൽ മതി മാഷേ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പം വേദയും പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഈ സമയത്ത് അച്ഛൻ്റെ മോൻ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ, ആ വാർത്ത അച്ഛന് കേൾക്കാൻ പറ്റിയില്ല, അങ്ങനെ സന്തോഷിക്കില്ലേ വേണ്ടെന്ന് പറഞ്ഞ് വേദ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ശുചീകരണത്തിൽ നിൽക്കാൻ എല്ലാവരും വിചാരിക്കുകയാണ്. രാത്രി തന്നെ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലെല്ലാം പോകാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പം വേദ വിക്രത്തിനോട് പറയാണ്, അവരെല്ലാവരും കൂടെ പോകട്ടെ, നമുക്ക് രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വരാം വിക്രം എന്ന് പറയാണ്. അവർ ഫാമിലിയായിട്ട് പോയിട്ട് വരട്ടെ വിക്രം എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, ശരി അങ്ങനെ തന്നെ പോവാം എന്ന് പറയാണ്. സമയത്താണെങ്കിൽ നന്ദിനിയാണെങ്കിൽ വിനായകനെ മാറ്റി വിളിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങളാണെങ്കിൽ അച്ഛനോടുള്ള സത്യം എല്ലാം പറയണം. അപ്പം വിനായകൻ പറയാണ്, അതെങ്ങനെ നന്ദിനി, അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. നന്ദിനി പറയണേ, ഇവരെല്ലാം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് പോകും. ആ സമയത്ത് നിങ്ങൾ പറയേ, കാരണം അച്ഛനിപ്പം വിക്രമല്ല ആ കുറ്റം ചെയ്ത് എന്നൊരു സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളിത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മൊത്തവും വേദയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് അച്ഛനോട് പറയുന്നതെന്നല്ലേ എന്ന് പറയാണ്. അപ്പോൾ വിനായകനെ ആലോചിച്ചിട്ട് പറയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണ്, അച്ഛനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നന്ദിനി പറയാണ്, അല്ല നന്ദിനി, ഇത് പറയുമ്പം അച്ഛനാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, എങ്ങനെ പ്രതികരിച്ചാലും അത് സഹിച്ചേ പറ്റൂ, കാരണം തെറ്റ് നിങ്ങളുടെ സൈഡിൽ തന്നെയാണെന്ന് നന്ദിനി പറയാണ്. അപ്പോൾ വിനായകനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, അപ്പം പറയാമല്ലേ, നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് നന്ദിനി പറയാണ്. അങ്ങനെ വിനായകനാണെങ്കിൽ തെറ്റന്ന് ചെയ്തത് താനാണെന്ന് അച്ഛനോട് പറയാൻ പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ വിക്രവും വേദയും കൂടെ അവിടെ എല്ലാം ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയുള്ള അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ എല്ലാം ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓട്ടോയിൽ വളരെ സന്തോഷത്തോടെ പോവുകയാണ്. പോകുന്ന വഴിയിൽ എല്ലാം കാണുകയും കൂടുതൽ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അറിയാതെ തന്നെ അവർ കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പം
വേദയാണെങ്കിൽ വിക്രത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇതാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ അതെനിക്കറിയത്തില്ല വേദ എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര സ്വാതന്ത്ര്യം എടുക്കാനും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇത്ര കാലം ജീവിക്കാനും പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പം വിക്രം ഇങ്ങനെ വേദയെ നോക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തുറന്ന് സമ്മതിക്കാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കി ചിരിക്കുകയാണ്. വിക്രം പറയാണ്, നീ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു കാരണമാണ് അച്ഛൻ ഇത്രയും കാലം എന്നെ തെറ്റിദ്ധരിച്ചു. അച്ഛനെ വീണ്ടും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി അവസരം ഒരുക്കിയത് നീ തന്നെയാണ്. അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ. പിന്നെ ഞാനാണെങ്കിൽ ഈ വേഷം ധരിച്ച് അയ്യപ്പനെ കാണാൻ പോവാൻ തന്നെ കാരണം നീ തന്നെയാണ്. അങ്ങനെ പല മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ നീ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് തന്നെ നീ വഹിച്ചിട്ടുണ്ട് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വേദ പറയാണ്, നിങ്ങൾ അയ്യപ്പനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ മാല അഴിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങണമെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കണം, അപ്പോൾ നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ദൈവം തീരുമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ച് പോവുകയാണ്. സമയത്താണെങ്കിൽ നന്ദിനി പറഞ്ഞത് ഞാൻ ആലോചിക്കുകയാണ്, അച്ഛനോട് എന്തായാലും പറയുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഞാൻ എന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വേദ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുത്തില്ല. ഈ സമയത്ത് ഇവിടെ ആരുമില്ല, വിശ്വേട്ടനും വിക്രമും ഒന്നുമില്ല, അവരൊക്കെ പുറത്തേക്ക് പോയേക്കാണ്. ഇപ്പം നല്ലൊരു അവസരമാണ്, അച്ഛൻ മാത്രമേ റൂമിലുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അച്ഛനോട് എല്ലാം പറയാൻ പറ്റുന്നൊരു അവസരമാണെന്ന് വിനായക ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിനായകൻ വന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടുന്ന് സിസ്റ്റർ പറയാണ്, കാണാനൊക്കെ പറ്റും, പക്ഷേ കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കല് കേട്ടല്ലോ. ഇല്ല, അച്ഛനോടൊന്ന് സംസാരിക്കാൻ വേറെ ടെൻഷനൊന്നും അച്ഛന് കൊടുക്കത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനാണെങ്കിൽ വിനായകനകത്തോട്ട് ചെല്ലുകയാണ്. വിനായകനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും മാഷ് ഇങ്ങനെ എണീച്ച് കട്ടിലിരിക്കുകയാണ്. എന്താ നീ മാത്രം പോയില്ലേ, നീ എന്താ ഇവിടെ നിന്ന്? അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ അച്ഛനോടൊരു കാര്യം പറയാനാ. ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, നിന്നെ മാത്രം ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, നീ എന്ത് ചെയ്യുന്നു? ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോൾ മാഷ് ചോദിക്കാണ്, നീ എന്ത് കാര്യം പറയാനാ വന്നേ? അത് അച്ഛൻ എന്താ അച്ഛനോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ നീ ചോദിക്കുന്നത്? അല്ല, അവൻ അച്ഛനോട് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷമല്ലേ അച്ഛന് ശയനപ്രദക്ഷിണം ചെയ്യാൻ തോന്നിയതും കുറ്റബോധം ഉള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. അത് അവനല്ല അന്ന് ആ തെറ്റ് ചെയ്തതെന്ന് അവൻ പറഞ്ഞു. ഭഗവാന്റെ മുന്നിൽ നിന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അതുകൊണ്ട് ഞാൻ അവനോടത്തല്ലേ തെറ്റ് ചെയ്തത്. ഇത്രയും വർഷം അവൻ അകറ്റി നിർത്തി അവൻ്റെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഞാനല്ലേ അവനോട് തെറ്റ് ചെയ്തത്. അതിന് പ്രായശ്ചിത്തമാണ് ഞാൻ ശയനപ്രദക്ഷിണം നിർത്തിയെന്ന് മാഷ് വിനായകനോട് പറയണം. നീ എന്താ ഇപ്പോൾ ഇതൊക്കെ വന്ന് ചോദിച്ചേ എന്ന് ചോദിക്കണം. അതച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് വിനായകനാണെങ്കിൽ പറയാൻ ഒരുങ്ങിയാണ്. താൻ ആ തെറ്റ് ചെയ്ത കാര്യം പറയാൻ ഒരുങ്ങിയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.